അപ്രതീക്ഷിതമാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് CP രാധാകൃഷ്ണൻ്റെ പേര് വന്നത്. കാരണം എല്ലാവരുടെയും പ്രവചനങ്ങളൊക്കെ തെറ്റിപ്പോയി. നമ്മളിവിടെ കുറേ പ്രവചനമൊക്കെ നടത്തിയതാണ്. നമ്മുടെ പഴയ ഗവർണർ എനിക്ക് വലിയ നിരാശയായി. എന്തുപറ്റി? കാരണം ഞാനൊന്ന് പ്രവചനം എന്ന് പറഞ്ഞിരുന്നില്ല, എൻ്റെ ആഗ്രഹം ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു. ബട്ട് ഒരു കൺഫ്രണ്ടേഷൻ വേണ്ട എന്നുള്ള മോദിയുടെ തീരുമാനം കൊണ്ടായിരിക്കാം വളരെ സംസ്കാര സമ്പന്നനും സൗമ്യനുമായ CP രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. പക്ഷെ അത് മാത്രമാണോ ചേട്ടാ ഒരു സംശയം വെച്ചാൽ, ഇപ്പം ധൻഖറിൻ്റെ കാര്യത്തിൽ ഒരു തെറ്റുപറ്റി. കാരണം തുടക്കം മുതലേ ഒരു BJPയുടെ ഐഡിയോളജി അല്ലെങ്കിൽ സംഘ ഐഡിയോളജി ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്നൊരു വലിയ പദവി, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പദവിയിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു പെശക് പറ്റി. ഇനി അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട, നമ്മുടെ ആളുകൾ തന്നെ മതി എന്നൊരു തീരുമാനത്തിലേക്ക് മാറിയോ? അതിൽ വലിയ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സംഘ പാരമ്പര്യത്തിൽ നിന്ന് വന്നവരും ഒക്കെ കലാപക്കൊടി ഉയർത്തിയ ധാരാളം ആൾക്കാരുണ്ട്. ബൽരാജ് മധോക്കുണ്ട്, കല്യാൺ സിംഗുണ്ട്, ഉമാഭാരതിയുണ്ട്, സുബ്രഹ്മണ്യൻ സ്വാമിയുണ്ട്. ഇവരൊക്കെ അറിയപ്പെടുന്ന റിബൽസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും വേറെ പാർട്ടി ഉണ്ടാക്കുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാരാണ്. യെദ്യൂരപ്പ പുറത്ത് പോയിട്ട് വേറെ പാർട്ടി ഉണ്ടാക്കി. അപ്പം അതുകൊണ്ട് ഈ ഒരു റിബൽ സ്വഭാവം കാണിക്കില്ല എന്നൊരു ഗ്യാരണ്ടിയൊന്നും സംഘപരിവാറിനുള്ളിലില്ല. ആദ്യമായിട്ട് വിമാനത്തിൽ ആളുകളെ ഈ ടൂറിസ്റ്റ് വില്ലയിലേക്ക് കൊണ്ടുപോകുന്ന സമ്പ്രദായം തുടങ്ങിയത് ഒരു സംഘപരിവാറുകാരനാണ്, വഗേല. ശങ്കർ സിംഗ് വഗേല. ഗുജറാത്തിൽ നിന്ന് മധ്യപ്രദേശിലെ റിസോർട്ടിലേക്ക്, അങ്ങനെയാണ് MLA-മാരെ റിസോർട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സമ്പ്രദായം തുടങ്ങിയത്. അത് ഉദ്ഘാടനം ചെയ്തത് ശങ്കർ സിംഗ് വഗേലയാണ്. ഈ റിബലുകളിൽ പോലും അസാമാന്യമായ റേഞ്ചുള്ള റിബൽസാണ് സംഘപരിവാറിൻ്റെ റിബൽസ്, അല്ലാതെ വെറും ഉച്ചാളികളൊന്നുമല്ല. അസാമാന്യമായ റേഞ്ചിൽ റിബൽ ചെയ്യുന്നവർ. ജഗദീപ് ധൻഖർ ഇത് രണ്ടുമായിരുന്നില്ല, അതാണ് അദ്ദേഹത്തിന് സംഭവിച്ച കുഴപ്പം. ഏതായാലും അതാണ് ഒരു ക്രൈറ്റീരിയ. സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് പണ്ട് ജനസംഘത്തിൽ തന്നെ 17 വയസ്സുള്ളപ്പോൾ തന്നെ ജനസംഘത്തിൽ വന്നു എന്നൊക്കെയുള്ള CP രാധാകൃഷ്ണൻ്റെ ക്രെഡൻഷ്യൽസ് അതൊരു ഘടകമാണ്. പക്ഷേ ഇനി മറ്റുള്ളവരാരും വേണ്ട, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആൾ മതി എന്ന് പേടിച്ച് തീരുമാനിച്ചതൊന്നും അല്ല. തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യുന്നതിൻ്റെ അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. CP രാധാകൃഷ്ണൻ്റെ പേര് പുറത്തു വന്നു. ഇന്ന് രാജ്നാഥ് സിംഗ് സ്റ്റാലിനെ വിളിച്ച് പിന്തുണ അഭ്യർത്ഥിച്ചു. ഇപ്പോൾ സ്റ്റാലിൻ എന്ത് ചെയ്യും? തമിഴ്നാടാണെന്ന് പറഞ്ഞ് നെഞ്ചത്തെറിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെയാണ് നിർത്തിയിരിക്കുന്നത്. ഉപരാഷ്ട്രപതി വേറെ ഉപദ്രവമൊന്നും ചെയ്യുന്ന ആളല്ല. ആകെ ലോക്സഭ നിയന്ത്രിക്കുക, രാജ്യസഭ അതിക്കവിഞ്ഞിട്ട് പുള്ളിക്ക് ഉപരാഷ്ട്രപതിക്ക് റോളുമില്ല. അപ്പോൾ ഒരു തമിഴൻ ഒരു വലിയ പദവിയിലെത്തുന്നു. അതേസമയം പ്രത്യേകിച്ച് ഉപദ്രവമോ അങ്ങനെയൊന്നും ചെയ്യാനുള്ളൊരു പദവിയുമല്ല. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മറ്റ് തമിഴന്മാരെല്ലാം ഇദ്ദേഹത്തെ പിന്തുണയ്ക്കണ്ടേ? ഏതായാലും ഇവരുടെ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്നില്ല, ഇനി അയാൾ ആരാണെങ്കിലും. അപ്പോൾ പിന്നെ ഭേദം CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണം. ആ കുഴപ്പം മുൻകൂട്ടി കണ്ടിട്ടാണ് രാജ്നാഥ് സിംഗ് വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇളങ്കോവൻ ചാറി കയറിയിട്ട് ഇല്ലില്ല, ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ പോകുള്ളൂ. ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഹൽദിറാം ധനിയാണ് അവരുടെ സ്ഥാനാർത്ഥി എന്ന് വെച്ചു. അപ്പം തമിഴ്നാട്ടിലുണ്ടാകുന്ന വികാരം എന്തായിരിക്കും പൊതുജനങ്ങളുടെ? 26 തിരഞ്ഞെടുപ്പാണ് തമിഴ്നാട്ടിൽ. എവിടെയോ കിടന്ന ബീഹാറിയോ ഏതോ ഒരു ഹൽദിറാം ധനിയ ഇയാൾക്കാണ് തമിഴ്നാട്ടിലെ MLA-മാർ വോട്ട് ചെയ്തത് എന്നുള്ള ചരിത്രം സ്റ്റാലിനെയും DMK-യും വേട്ടയാണ്. അതേസമയം ഗ്രേസ്ഫുള്ളായിട്ട് CP രാധാകൃഷ്ണനെ പിന്തുണച്ചു കഴിഞ്ഞാൽ അടുത്ത 26 തെരഞ്ഞെടുപ്പിൽ അതൊരു ഇഷ്യൂ ആകാതെ നോക്കാൻ പറ്റും. പക്ഷേ തമിഴ്നാട്ടിലെ MP-മാർക്കും അവരുടെ പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കാനല്ലേ പറ്റൂ? പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. പക്ഷേ അതൊരു വല്ലാത്ത ജാള്യതയാണ്. നിങ്ങൾ ഇത്രയും വലിയ തമിഴ് എന്ന് പറഞ്ഞിട്ട് തമിഴിന് ഒരു സ്ഥാനം കിട്ടുന്ന അവസരം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ തിരിഞ്ഞു വോട്ട് ചെയ്തതോ പോട്ടെ, അതുകൊണ്ട് പ്രയോജനമുണ്ടോ? നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചോ? അതുമില്ല. ഒരു തമിഴൻ്റെ വരവിനെ തടയാൻ വേണ്ടിയുള്ള പണി ചെയ്യുകയും ചെയ്തു. അതെ,
നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുകയാണ്, നിങ്ങൾ ശരി ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെയാണ്, ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു, അതിനുവേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്തു, അപ്പം ഞങ്ങളുടെ ആളാണ് ഉപരാഷ്ട്രപതി എന്നെങ്കിലും പറയും. ഇതതില്ലല്ലോ, ജയിക്കില്ല എന്ന് ഉറപ്പല്ലേ. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ഗ്രേസ്, ശരി ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്, അതിൽ മത്സരിച്ചിട്ട് വലിയ കാര്യമൊന്നുമല്ല, അതുകൊണ്ട് തമിഴ് ഒരാൾ വരട്ടെ ഉപരാഷ്ട്രപതിയായിട്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്, എനിക്ക് തോന്നുന്നു ആർ വെങ്കട്ടരാമന് ശേഷം ആദ്യമായിട്ടാണ് ഒരു CP രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഉപരാഷ്ട്രപതി. സർവേപ്പള്ളി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്നായിരുന്നു, പിന്നെ ആർ വെങ്കട്ടരാമൻ, പിന്നെ ഇപ്പോൾ CP രാധാകൃഷ്ണൻ. തെക്കേ ഇന്ത്യയിൽ നിന്ന് ഉപരാഷ്ട്രപതിമാർ തന്നെ വളരെ കുറവ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് ഈ മോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തിപരമായ ഒരു ഫോക്കസ് തമിഴ്നാട്ടിലേക്ക് വല്ലാതെ കേന്ദ്രീകരിക്കുന്നുണ്ട്. കൊണ്ട് തീർച്ചയായിട്ടും. അതെന്താണ് തമിഴ്നാടിനോട് ഇത്ര കമ്പം? അല്ല, അത് ഈ തമിഴ്നാട് എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു വലിയൊരു തൂണുകളിലൊന്നാണ് തമിഴ്നാട്. തമിഴ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കേരളമൊക്കെ പെടും. തമിഴ് ഭാഷ വല്ലാതെ മലയാള ഭാഷയെ സ്വാധീനിച്ചിട്ടുണ്ട്. സംസ്കൃതവും തമിഴും ഇതൊക്കെ ചേർന്നതാണ് മലയാള ഭാഷ. അപ്പോൾ തമിഴിനെ, സാംസ്കാരികമായ പാരമ്പര്യമുള്ള തമിഴ്നാടിനെ അത് BJPയോട് ചേർത്ത് പിടിച്ചേ പറ്റുള്ളൂ. ഒരു പക്ഷേ തമിഴ്നാട്ടുകാരുടെ വോട്ടില്ലാതെ മോദിക്ക് ഭരിക്കാൻ പറ്റുമായിരിക്കാം, പക്ഷേ തമിഴ്നാടിനെ കൂടെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റ്സ്മാൻ്റെ ദൗത്യം. വോട്ട് തിരഞ്ഞെടുപ്പ് അതിൻ്റെ കളികൾ അത് നോക്കിയിട്ട് ചില പ്രത്യേക സംസ്ഥാനങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടി ഭരിക്കാനും പറ്റും, പക്ഷേ മറ്റുള്ളവരുടെ ഗുഡ് വിൽ. പക്ഷെ അതല്ല എനിക്ക് തോന്നിയൊരു സംശയം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത ഒരു പരിഗണന. ഇപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരം, അവിടുന്ന് തമിഴ്നാട്ടിലെ പൂജാരിമാർ, ചെങ്കോല്, തമിഴിലെ ഇതൊക്കെ ജവഹർലാൽ നെഹ്റു ചെയ്തതാണെന്നേ. ജവഹർലാൽ നെഹ്റു ചെയ്ത കാര്യങ്ങൾ മോദി റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ജവഹർലാൽ നെഹ്റു ആണ് ഈ ചെങ്കോല് വെച്ച് പൂജയും പ്രാർത്ഥനയൊക്കെ നടത്തി ഒക്കെ പുള്ളി ചെയ്തത്. പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ മതേതരത്വം, മോദി ചെയ്യുമ്പോൾ വർഗീയമാണ്. അല്ല, ഞാൻ വർഗീയത എന്നല്ല, അത് തമിഴ്നാട് എന്നുള്ള സ്റ്റേറ്റിനോട് പ്രത്യേക അത് ചെയ്യേണ്ടതാണ്. തമിഴിനും ആന്ധ്രയ്ക്കും ഒക്കെ ഭാരതത്തിൻ്റെ കാര്യത്തിൽ അവർക്കെല്ലാം ഒരു സ്ഥാനമുണ്ടെന്ന്. നിങ്ങൾക്ക് അവഗണിക്കാൻ പറ്റാത്ത സ്റ്റേറ്റുകളാണിതെല്ലാം. ചെറുതാണെങ്കിൽ പോലും കേരളം നടത്തിയ ഏറ്റവും വലിയ സംഭവം, ഉത്തരേന്ത്യയിലൊക്കെ പോയി നോക്ക്, എവിടെ നിന്നാണ് നിങ്ങൾ പഴയ മനുഷ്യരോടൊക്കെ, ഞാൻ ശങ്കരൻ്റെ നാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാന്യതയാണ്. ആദിശങ്കരൻ്റെ നാട്ടിൽ നിന്ന്. ആദിശങ്കരന് നമുക്ക് ഇവിടെ വിലയില്ല, അവിടെ പുറത്തിറങ്ങി നോക്ക്. നമുക്ക് ജീവിക്കണമെങ്കിൽ ആദിശങ്കരൻ്റെ മേൽവിലാസം ഉപയോഗിക്കാം, അന്തസ്സാണ്. അപ്പോൾ അത് കേരളത്തിൻ്റെ സംഭാവനയല്ലേ. അവരിത് ഇപ്പോഴും വലിയ കാര്യമായിട്ടാണ് ശങ്കരനെ കൊണ്ടു നടക്കുന്നത്. നമ്മളിവിടെ തമാശ കളിക്കുന്നു. ശങ്കരൻ്റെയും നാരായണഗുരുവിൻ്റെയും വിലയൊക്കെ നമുക്ക് കേരളത്തിന് പുറത്ത് ഉള്ളവർക്കറിയാം, നമുക്കറിയില്ല. അപ്പോൾ അവർ കേരളം, തമിഴ്നാട്, ആന്ധ്ര ഇതിനെല്ലാം അവർ ചേർത്ത് പിടിക്കാൻ നോക്കും. ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് മോദിക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. ഈസ് എ സ്റ്റേറ്റ്സ്മാൻ. ഏതായാലും CPR ഇപ്പോൾ ഉപരാഷ്ട്രപതിയാകും. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു ചോദ്യം ഇപ്പോൾ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ്, ഇപ്പോൾ ജയറാം രമേശൊക്കെ ചോദിക്കുന്നുണ്ട്, എവിടെ ധൻഖർ വീട്ടറസ്റ്റിലാണോ, വീട്ടുതടങ്കലിലാണോ, ധൻഖറിന് വേണ്ടിയിട്ട് അവർ ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ പോകുന്നൊക്കെ പറയുന്നു. കൊടുക്കട്ടെ എന്ന്. ഞാൻ പറയും, ധൻഖർ എവിടെ പോയി? ഇപ്പോൾ ധൻഖറിനെ പറ്റി ഇവർക്ക് ഇത്ര വലിയ വേവലാതി ഉണ്ടാവാൻ കാര്യം എന്താ? ധൻഖർ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വാ തുറന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ജയറാം രമേശ് ആകെ കുഴപ്പത്തിലാകും. ധൻഖറിനോട് ഏറ്റവും അവസാനം സംസാരിക്കുന്നത് ജയറാം രമേശാണ്. എന്തായിരുന്നു അവർ തമ്മിലുള്ള സംസാരം? അത് ജയറാം രമേശ് പുറത്ത് പറയട്ടെ ആദ്യം. എന്തിനാണ് വിളിച്ചത്? ഒരു കോൺഗ്രസ്സുകാരന് രാത്രി 7:30 മണിക്ക് ഉപരാഷ്ട്രപതിയെ വിളിച്ചിട്ട് എത്ര 40 മിനിറ്റ് ഇത്രയും സംസാരിക്കാൻ എന്താ ഉള്ളത്? അപ്പോൾ അത് ഇതിൻ്റെ ദുരൂഹത മുഴുവൻ കോൺഗ്രസ് വിചാരിച്ചാൽ പുറത്തു കൊണ്ടുവരാൻ പറ്റും. കോൺഗ്രസ് പറയട്ടെ എവിടെയാണ് ജഗദീപ് ധൻഖർ എന്ന്. മോദി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, വീട് ഒഴിയാൻ പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടാവും. പലരും ഫോണിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം വിശ്രമിക്കുകയാണ്, അദ്ദേഹം ഉറങ്ങുകയാണെന്നൊക്കെയാണ് റിപ്ലൈ കിട്ടിയിട്ടുള്ളത്. സോ ഹീ ഈസ് ദെയർ. അദ്ദേഹം ഡൽഹിയിലെ വീട്ടിലുണ്ട്, ആരോടും സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ.
അപ്പോൾ അതതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. അതും ഈ ഉപരാഷ്ട്രം. പിന്നെ ഇവർക്കിപ്പോൾ വേണമെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ജഗദീപ് ധൻഖറിനെ വിളിച്ചിട്ട് പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാക്കുക. ഓ, അതൊരു ഐഡിയ ആണല്ലേ. അത് ചെയ്യാൻ പറ്റും. ജഗദീപ് ധൻഖർ ഇപ്പോൾ സത്യപാൽ മല്ലിക് ചെയ്തു പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാനൊക്കെ തയ്യാറാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഒരു ബഹളമൊക്കെ വെപ്പിക്കാം അങ്ങനെ കൊണ്ട്. അങ്ങനെ അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് വേണമെങ്കിൽ ചെയ്യിക്കാം അങ്ങനെ തയ്യാറാണെങ്കിൽ. പക്ഷെ ഉപരാഷ്ട്രപതി ഇതിലെല്ലാം വരുന്നത് ഈ DMKയുടെ നിലപാട് എന്താണ്? അതൊരു ഇളങ്കോവൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പുറത്തേക്ക് അത് ഇളങ്കോവൻ പറഞ്ഞത് മറ്റാരും എതിര് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിയട്ടെ. ദ പ്രഷർ ഈസ് ഗോയിങ് ടു കം ഫ്രം നോർത്ത്. സ്റ്റാലിനാണ് പറയേണ്ടത്. അപ്പോൾ അത് സ്റ്റാലിൻ്റെ മറ്റ് MLA-മാർ ആരെങ്കിലും ഒരാൾ, ഞാൻ അതിനകത്തൊരു മെറിറ്റുണ്ട്, രാധാകൃഷ്ണൻ വന്നോട്ടെ, MP-മാരെങ്കിലും പറഞ്ഞാൽ ഒന്നും വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, എതിരായിട്ട് വോട്ട് ചെയ്യേണ്ട, നമുക്ക് അബ്സ്റ്റെയിൻ ചെയ്യാം, മാറി നിൽക്കാം. ഞങ്ങൾ CP രാധാകൃഷ്ണനെതിരല്ല, പക്ഷേ ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഗ്രൂപ്പിംഗ് വെച്ചിട്ട് CP രാധാകൃഷ്ണന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയുമല്ല, പൊളിറ്റിക്കൽ ഡിസോണസ്റ്റി ആകും. അതൊരു മാന്യമായ നിലപാടാണ്. അതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുന്നു. യു ടേക്ക് എ ഡിഫറൻറ്റ് സ്റ്റാൻഡ്. ഒരുപക്ഷെ ഇത് CPR-ൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു രാഷ്ട്രീയ അവിടെയാണ് ഈ അമിത്ഷായുടെ രാജ്നാഥ് സിംഗിൻ്റെ ഒക്കെ ഈ കരുനീക്കം എന്ന് പറയും. അതെ അതെ, പുതിയൊരു പോളറൈസേഷൻ്റെ തുടക്കമായിരിക്കും. സ്റ്റാലിൻ പറയാൻ തോന്നി, എൻ്റെ ചേട്ടാ എന്താ ഇപ്പം ഞാൻ എങ്ങനെയാണ് CP രാധാകൃഷ്ണൻ തമിഴിനാണ് കാര്യമൊക്കെ ശരി, ഞാൻ എങ്ങനെ CP രാധാകൃഷ്ണൻ വോട്ട് ചെയ്യും? അപ്പോൾ അടുത്ത കാർഡാണിത്, വോട്ട് ചെയ്യേണ്ട മാറി നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തമിഴ്നാട്ടിലും പറയാൻ പറ്റും, രാധാകൃഷ്ണൻ ഞങ്ങൾ എതിരായിട്ട് വോട്ടൊന്നും ചെയ്തില്ല, അനുകൂലമായിട്ട് ചെയ്തില്ല, കാരണം ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഇന്ത്യ സഖ്യത്തിലല്ലേ ഞങ്ങൾ, അപ്പോൾ അത് ചെയ്യുന്ന മര്യാദയാണ്. ശരി, അതേസമയം ഞങ്ങൾ തടസ്സമൊന്നും പറഞ്ഞില്ല. അത് കൊള്ളാം. ഇങ്ങനെ പറയരുതോ ചേട്ടാ? അത് കൊള്ളാവുന്ന ഐഡിയ. ശരിയാണല്ലോ. ഇടാ ഇളങ്കോവാ, ഇങ്ങ വാങ്ങോ ഇളങ്കോവാ, വാ ഉക്കാറ്, അങ്ങനെ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഏതായാലും CPR വരുമ്പോൾ കേരളത്തിലും നമുക്ക് കുറേ ആളുകൾക്ക് സന്തോഷമുണ്ട്. കാരണം കേരളത്തിൽ അദ്ദേഹം സംഘടനാ പ്രവർത്തനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേരള പ്രഭാരിയായിരുന്നല്ലോ BJP. അദ്ദേഹം ഉമ്മൻചാണ്ടി നിര്യാതനായപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അതെ, CP രാധാകൃഷ്ണൻ. അച്യുതാനന്ദൻ മരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു CP രാധാകൃഷ്ണൻ. വളരെ ജനകീയനായിരുന്നു മനുഷ്യൻ. പിന്നെ കയർ ബോർഡിൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നു. TV-കാരുടെ മുമ്പിൽ ബഹളം വയ്ക്കുക, പറഞ്ഞതുള്ളുക, ഇതുപോലത്തെ പരിപാടി. അപ്പോൾ നമുക്ക് പരിചിതനായ ഒരു മലയാളിയെ പോലെ പരിചിതനായ ഒരാളാണ്. പിന്നെ അപ്പോൾ നമ്മുടെ രാഷ്ട്രപതി ആക്സസിബിൾ ആണ്, നമ്മുടെ സ്വന്തം ഉപരാഷ്ട്രപതിയാണെന്ന് പറയാം. തീർച്ചയായിട്ടും. അല്ല, ഈ കോയമ്പത്തൂരും കേരളവും തമ്മിൽ എന്താണെന്ന് വ്യത്യാസം? അതെ, ഈ വരയൊന്നും മാറ്റി വരച്ചിരുന്നെങ്കിൽ കോയമ്പത്തൂരും തിരുപ്പൂരും ഇപ്പുറത്തായി പോയേനെ. അതെ, അപ്പം ആ വാളയാർ ചുരം കിടക്കുന്നതുകൊണ്ട് കേരളം അവിടെ വെച്ച് തീർന്നു. അതർവൈസ് CP രാധാകൃഷ്ണൻ മലയാളിയാണെന്ന് ക്ലെയിം ചെയ്യാം. തിരുപ്പൂരല്ലേ? അതെ അതെ, നമുക്കറിഞ്ഞൂടാത്ത സ്ഥലമൊന്നും അല്ല. ഏതായാലും CPR-ന് നമുക്ക് ആശംസകൾ നേരാം. സ്റ്റാലിൻ എന്ത് ചെയ്യുമെന്ന് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.